ആധുനിക കാലത്തെ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ലോകത്തെ ഏറ്റവും ശ്രദ്ധേയമായ പേരുകളിൽ ഒന്നാണ് ഓയോ റൂംസ്. ബജറ്റ് ഹോട്ടൽ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് സാധാരണക്കാർക്കും മികച്ച താമസ സൗകര്യം കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റിതേഷ് അഗർവാൾ എന്ന യുവ സംരംഭകൻ ഈ ആശയത്തിന് തുടക്കമിട്ടത്. എന്നാൽ ഈ വിജയഗാഥയ്ക്ക് പിന്നിൽ നിരവധി വെല്ലുവിളികളും വിവാദങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട്. ഓയോ റൂംസിന്റെ പിറവി മുതൽ ഇന്നുവരെയുള്ള കഥയും അത് നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളും ഇന്ന് നമ്മൾക്ക് സംസാരിക്കാം. നമസ്കാരം, ഞാൻ രഞ്ജിത്ത് കൃഷ്ണൻ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ടായിരത്തി 2012 അന്ന് 18 വയസ്സുകാരനായ റിതേഷ് അഗർവാൾ ഒറാവൽ സ്റ്റേസ് എന്ന പേരിൽ ഒരു വെബ്സൈറ്റ് ആരംഭിച്ചു. യാത്രാപ്രേമിയായിരുന്ന റിതേഷ് രാജ്യത്തുടനീളമുള്ള ബജറ്റ് ഹോട്ടലുകളിൽ താമസിക്കുകയും അവയുടെ നിലവാരമില്ലായ്മയും ഏകീകൃത സ്വഭാവമില്ലായ്മയും നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്തു. ഈ അനുഭവങ്ങളാണ് ഒരു മികച്ച ബജറ്റ് താമസ സൗകര്യം ലഭ്യമാക്കുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന ആശയത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത്. 100-ലധികം ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ഹോമുകളിലും ഗസ്റ്റ് ഹൗസുകളിലും ഹോട്ടലുകളിലും 3 മാസത്തോളം താമസിച്ച് പഠനം നടത്തിയ ശേഷമാണ് അദ്ദേഹം ഈ രംഗത്തേക്ക് ഇറങ്ങിയത്. 2013 ഒറാവൽ സ്റ്റേസിനെ റിതേഷ് ഓയോ റൂംസ് എന്ന് റീനെയിം ചെയ്തു. മികച്ച ബിസിനസ് ആശയത്തിനുള്ള തീൽ ഫെലോഷിപ്പ് നേടുന്ന ആദ്യ ഏഷ്യക്കാരനായി മാറിയ റിതേഷ് ഈ ഫെലോഷിപ്പിലൂടെ ലഭിച്ച ഫണ്ട് തന്റെ സംരംഭത്തിന് മുതൽക്കൂട്ടാക്കി. ഗുരുഗ്രാമിൽ വെറും 5 ഹോട്ടലുകളുമായി ആരംഭിച്ച ഓയോ അഫോർഡബിൾ പ്രൈസിൽ നിലവാരമുള്ള താമസ സൗകര്യം എന്ന ആശയം ഇന്ത്യൻ വിപണിയിൽ വളരെ വേഗത്തിൽ സ്വീകാര്യത നേടി. ഓയോ റൂംസിന്റെ ബിസിനസ് മോഡൽ ഒരു അഗ്രഗേറ്റർ മോഡലാണ്. ഊബർ ടാക്സി വ്യവസായത്തിൽ ചെയ്തതിന് സമാനമായി ഓയോ ഹോട്ടൽ വ്യവസായത്തിൽ ഒരു പുതിയ സമീപനം കൊണ്ടുവന്നു. സ്വന്തമായി ഹോട്ടലുകൾ വാങ്ങുന്നതിന് പകരം നിലവിലുള്ള ബജറ്റ് ഹോട്ടലുകളുമായി പങ്കാളിത്തത്തിലാവുകയും അവയുടെ മുറികളുടെ ഒരു ഭാഗം ഓയോയുടെ ബ്രാൻഡ് നെയിമിൽ ലഭ്യമാക്കുകയും ചെയ്തു. ഇതിലൂടെ ഹോട്ടലുകൾക്ക് തങ്ങളുടെ മുറികൾക്ക് കൂടുതൽ ആവശ്യക്കാരെ കണ്ടെത്താനും ഓയോയ്ക്ക് സ്വന്തമായി വലിയ നിക്ഷേപം നടത്താതെ തന്നെ ശൃംഖല വികസിപ്പിക്കാനും സാധിച്ചു. ഓയോയുടെ പങ്കാളിത്തമുള്ള ഹോട്ടലുകൾക്ക് നിശ്ചിത നിലവാര മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എയർ കണ്ടീഷനിംഗ്, വൃത്തിയുള്ള മുറികൾ, സൗജന്യ വൈഫൈ, TV, ടോയ്ലറ്റുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഓയോ ഉറപ്പാക്കുന്നു. ഇത് ഉപഭോക്താക്കൾക്ക് എവിടെയും ഒരുപോലെ മികച്ച അനുഭവം നൽകാൻ സഹായിച്ചു. ഓയോ തങ്ങളുടെ പാർട്ട്ണർ ഹോട്ടലുകളിലെ മുറികൾക്ക് യൂണിഫൈഡ് പ്രൈസിംഗ് കൊണ്ടുവന്നു. ഇത് ഉപഭോക്താക്കൾക്ക് താങ്ങാനാവുന്ന വിലയിൽ മുറികൾ ലഭ്യമാക്കാൻ സഹായിച്ചു. ഉപഭോക്താക്കൾക്ക് എളുപ്പത്തിൽ മുറികൾ ബുക്ക് ചെയ്യാനുള്ള മൊബൈൽ ആപ്പും വെബ്സൈറ്റും ഓയോ വികസിപ്പിച്ചു. ഹോട്ടൽ ഉടമകൾക്ക് തങ്ങളുടെ റൂം ഇൻവെന്ററിയും പേയ്മെന്റുകളും കൈകാര്യം ചെയ്യാൻ ഓയോ ഓണർ എന്ന പ്രത്യേക ആപ്പും ലഭ്യമാക്കി. വിലകൾ ഒപ്റ്റിമൈസ് ചെയ്യാനും ഒഴിവുള്ള മുറികൾ കണ്ടെത്താനും ഈ സാങ്കേതിക വിദ്യ സഹായിച്ചു. ഓയോ തങ്ങളുടെ പ്ലാറ്റ്ഫോം വഴി നടക്കുന്ന ബുക്കിംഗുകളിൽ നിന്ന് കമ്മീഷൻ ഈടാക്കിയാണ് പ്രധാനമായും വരുമാനം നേടുന്നത്. ഓയോയുടെ ബിസിനസ് മോഡൽ വളരെ വേഗത്തിൽ ഇന്ത്യയിൽ സ്വീകാര്യത നേടി. മെട്രോ നഗരങ്ങളിലും ടയർ 2, ടയർ 3 നഗരങ്ങളിലും ഓയോ തങ്ങളുടെ സാന്നിധ്യം ശക്തിപ്പെടുത്തി. ചുരുങ്ങിയ കാലം കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബജറ്റ് ഹോട്ടൽ ശൃംഖലയായി ഓയോ മാറി. ഇന്ത്യൻ വിപണിയിൽ നേടിയ വിജയത്തിന് ശേഷം ഓയോ ആഗോളതലത്തിലേക്ക് തങ്ങളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ തുടങ്ങി. ചൈന, മലേഷ്യ, നേപ്പാൾ, യുണൈറ്റഡ് കിങ്ഡം, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, സൗദി അറേബ്യ, ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ, ജപ്പാൻ, അമേരിക്ക, യൂറോപ്പ് തുടങ്ങിയ 35-ലധികം രാജ്യങ്ങളിലേക്ക് ഓയോ തങ്ങളുടെ പ്രവർത്തനം വികസിപ്പിച്ചു. പല വിദേശ വിപണികളിലും പ്രാദേശിക ടീമുകളെ സ്ഥാപിച്ചും അവിടങ്ങളിലെ ആവശ്യങ്ങൾക്കനുസരിച്ച് തങ്ങളുടെ സമീപനം ക്രമീകരിച്ചും ഓയോ വിപുലീകരണം സാധ്യമാക്കി. 2023 കണക്കുകൾ പ്രകാരം 1.57 ലക്ഷത്തിലധികം ഹോട്ടലുകളും ഹോം സ്റ്റേകളും ഓയോയുടെ ശൃംഖലയിൽ ഉണ്ടായിരുന്നു. ഈ അതിവേഗ വളർച്ച ഓയോയെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹോസ്പിറ്റാലിറ്റി ശൃംഖലകളിൽ ഒന്നാക്കി മാറ്റി. ഓയോയുടെ വളർച്ച വേഗതയേറിയതായിരുന്നെങ്കിലും അത് നിരവധി വെല്ലുവിളികളെയും വിവാദങ്ങളെയും നേരിടേണ്ടി വന്നു. ഓയോ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് ഹോട്ടൽ ഉടമകളുമായുള്ള തർക്കങ്ങളാണ്. കമ്മീഷൻ നിരക്കുകൾ, വരുമാനം പങ്കുവയ്ക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട് നിരവധി ഹോട്ടൽ ഉടമകൾക്ക് ഓയോയ്ക്കെതിരെ പരാതികൾ ഉണ്ടായിരുന്നു. വാഗ്ദാനം ചെയ്ത വരുമാനം ലഭിക്കുന്നില്ലെന്നും ഓയോ ഏകപക്ഷീയമായി കമ്മീഷൻ കൂട്ടുന്നുവെന്നും ചില ഉടമകൾ ആരോപിച്ചു. ഓയോ കൃത്യസമയത്ത് പേയ്മെന്റുകൾ നൽകുന്നില്ലെന്ന് ചില ഹോട്ടൽ ഉടമകൾ പരാതിപ്പെട്ടു. ഇത് ഹോട്ടലുകളുടെ സാമ്പത്തിക ഭാവിയെ സാരമായി ബാധിച്ചു. ഓയോ തങ്ങളുമായുള്ള കരാറുകൾ ലംഘിക്കുന്നുവെന്നും ചില മുറികൾ ഒഴിച്ചിട്ടിട്ടും ഓൺലൈനിൽ ലഭ്യമല്ലെന്ന് കാണിക്കുന്നുവെന്നും ചില ഉടമകൾ ആരോപിച്ചു. ഈ പ്രശ്നങ്ങളെ തുടർന്ന് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ഹോട്ടൽ ഉടമകളുടെ സംഘടനകൾ ഓയോയ്ക്കെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. കൂടാതെ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. പല ഹോട്ടലുകളും ഓയോയുമായുള്ള പാർട്ട്ണർഷിപ്പ് അവസാനിപ്പിക്കുകയും ചെയ്തു. ചില സമയങ്ങളിൽ ഓയോ തങ്ങളുടെ മുറികൾക്ക് അമിതമായ വിലക്കുറവ് നൽകി ഹോട്ടൽ ഉടമകൾക്ക് നഷ്ടമുണ്ടാക്കുന്നുവെന്ന് ആരോപണങ്ങളുണ്ടായി.
ഇത് ചെറിയ ഹോട്ടലുകൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുകയും വിപണിയിൽ അൺഹെൽത്തി കോമ്പറ്റീഷന് വഴിവെക്കുകയും ചെയ്തു. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈ വിഷയത്തിൽ ഓയോക്കെതിരെ അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഓയോ തങ്ങളുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിന് ശേഷം മിക്ക വർഷങ്ങളിലും നഷ്ടത്തിലായിരുന്നു. അതിവേഗ വളർച്ച, വലിയ തോതിലുള്ള ഡിസ്കൗണ്ടുകൾ, സാങ്കേതിക വിദ്യയിലും നവീകരണത്തിലും നടത്തിയ വലിയ നിക്ഷേപങ്ങൾ, നിരവധി കമ്പനികളെ ഏറ്റെടുത്തത് എന്നിവയൊക്കെ നഷ്ടത്തിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കമ്പനിക്ക് ലാഭകരമാവുക എന്നത് ഒരു പ്രധാന വെല്ലുവിളിയായി തുടരുന്നു. കോവിഡ്-19 മഹാമാരി ഓയോയുടെ ബിസിനസിനെ സാരമായി ബാധിച്ചു. യാത്രാ നിയന്ത്രണങ്ങളും ലോക്ക്ഡൌണുകളും കാരണം ഹോട്ടൽ വ്യവസായം സ്തംഭിച്ചു. ഇത് ഓയോയുടെ വരുമാനത്തിൽ വലിയ ഇടിവുണ്ടാക്കി. വരുമാനം കുറഞ്ഞതിനെ തുടർന്ന് ഓയോയ്ക്ക് വലിയ തോതിൽ ജീവനക്കാരെ പിരിച്ചുവിടേണ്ടി വന്നു. ഹോട്ടലുകൾ അടച്ചിടേണ്ടി വന്നതും ഉപഭോക്താക്കളുടെ എണ്ണം കുറഞ്ഞതും കമ്പനിയുടെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചു. പ്രതിസന്ധിയെ അതിജീവിക്കാൻ ഓയോ സ്ക്രബ്ഡ് ക്ലീൻ പോലുള്ള ശുചിത്വ സംരംഭങ്ങൾ ആരംഭിക്കുകയും കോവിഡ് മുന്നണി പോരാളികൾക്ക് സൗജന്യ താമസം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. കമ്പനി ഒരു IPOയ്ക്ക് തയ്യാറെടുക്കുന്നതായി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ വിപണിയിലെ സാഹചര്യങ്ങളും കമ്പനിയുടെ സാമ്പത്തിക പ്രകടനവും കണക്കിലെടുത്ത് IPO പലതവണ മാറ്റിവെക്കേണ്ടി വന്നു. സെബിക്ക് സമർപ്പിച്ച രേഖകളിൽ കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതിയും വരുമാനത്തെക്കുറിച്ചുള്ള വിവരങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. എങ്കിലും ലാഭകരമല്ലാത്ത ഒരു കമ്പനിയുടെ ഓഹരികൾ വാങ്ങുന്നതിൽ നിക്ഷേപകർക്ക് ആശങ്കകളുണ്ടായിരുന്നു. സമീപകാലത്ത് ഓയോ തങ്ങളുടെ ബുക്കിംഗ് നയങ്ങളിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. അവിവാഹിതരായ ദമ്പതികൾക്ക് മുറികൾ ബുക്ക് ചെയ്യുന്നതിന് വിവാഹബന്ധത്തിന്റെയോ മറ്റു ബന്ധങ്ങളുടെയോ തെളിവുകൾ ആവശ്യപ്പെടാനുള്ള നീക്കം, പ്രത്യേകിച്ചും മീററ്റിൽ നിന്ന് ആരംഭിക്കുന്നു എന്ന വാർത്ത ചില വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഇത് കമ്പനിയുടെ ഉപഭോക്തൃ അടിത്തറയെയും ബ്രാൻഡ് ഇമേജിനെയും ബാധിക്കുമോ എന്ന് കണ്ടറിയണം. ഇത്തരം നയങ്ങൾ വഴി തെറ്റായ ദുഷ്പേരുകൾ ഒഴിവാക്കാനാണ് ഓയോ ശ്രമിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. നിരവധി വെല്ലുവിളികളെ നേരിടുമ്പോഴും ഓയോ ഇന്ത്യൻ ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ഒരു പ്രധാന ശക്തിയായി തുടരുന്നു. ബജറ്റ് ഹോട്ടൽ വിഭാഗത്തിൽ ഓയോയ്ക്ക് ഇപ്പോഴും ശക്തമായ സ്ഥാനമുണ്ട്. സാങ്കേതിക വിദ്യയുടെ മികച്ച ഉപയോഗം ഓയോയുടെ പ്രധാന ശക്തികളിൽ ഒന്നാണ്. ഇന്ത്യയിലും മറ്റ് വികസ്വര രാജ്യങ്ങളിലും ബജറ്റ് യാത്രാ താമസ സൗകര്യങ്ങൾക്കുള്ള ആവശ്യം വർദ്ധിച്ചു വരികയാണ്. ഇത് ഓയോയ്ക്ക് വലിയ സാധ്യതകൾ നൽകുന്നു. നഷ്ടം കുറയ്ക്കാനും ലാഭകരമാകാനും ഓയോ തങ്ങളുടെ ബിസിനസ് മോഡലിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. കൂടുതൽ ഫ്രാഞ്ചൈസി ബേസ്ഡ് മോഡലുകളിലേക്കും മറ്റു വരുമാന സ്രോതസ്സുകളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സാധാരണക്കാർക്കും താങ്ങാനാവുന്ന വിലയിൽ നിലവാരമുള്ള താമസ സൗകര്യം എന്ന ആശയം യാഥാർത്ഥ്യമാക്കിയതിലൂടെ ഓയോയ്ക്ക് വലിയ സ്വീകാര്യത ലഭിച്ചു. എന്നാൽ അതിവേഗ വളർച്ചയ്ക്കൊപ്പം ഹോട്ടൽ ഉടമകളുമായുള്ള തർക്കങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, കോവിഡ്-19 മഹാമാരിയുടെ ആഘാതം തുടങ്ങിയ നിരവധി വെല്ലുവിളികളും ഓയോയ്ക്ക് നേരിടേണ്ടി വന്നു. ഈ വെല്ലുവിളികളെ അതിജീവിച്ച് സുസ്ഥിരമായ ലാഭത്തിലേക്ക് എത്താനും ആഗോള ഹോസ്പിറ്റാലിറ്റി രംഗത്ത് തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാനും ഓയോയ്ക്ക് സാധിക്കുമോ എന്ന് വരും കാലം തെളിയിക്കും. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.